ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ്മാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എവർട്ടൺ കരിയർ മോഡായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എവർട്ടൺ കരിയർ മോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ്. അത് നമ്മൾ പാതി വഴിക്ക് നിർത്തിയതായിരുന്നു. എന്തായാലും നമ്മളൊരു പുതിയ എവർട്ടൺ കരിയർ മോഡായിട്ട് വന്നിട്ടുണ്ട്. പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് പിക്ഫോർഡ്, മാർക്ക്, ബ്രാൻഡ്വൈറ്റ്, ജെയ്ക്ക്, ടാർക്കോസ്കി, കീന്, മ്യൊഗലങ്കോ, അസ്നവ്, പാറ്റേഴ്സൺ, കോൾമാൻ, ഡ്യൂസ്ബറി, ജെയിംസ്, ഇഡ്രീസ, അൽക്കാരസ്, ടിമ്മ്, റോല്, ഗ്രീലിഷ്, മെക്നീല്, ടൈലർ, NDI, ബാരി, ബെറ്റോ, ഇവരെല്ലാവരുമാണ് നമ്മുടെ പ്ലെയേഴ്സ്. അപ്പോൾ നമുക്കിനി ഒരുപാട് പറഞ്ഞ് വൈകിപ്പിക്കാതെ നമുക്ക് നേരെ മാച്ചിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ മാച്ച് ഇവിടെ ബെർമോൺസ് ഡേയുമായിട്ടാണ്. അപ്പോൾ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് നമ്മളിപ്പോൾ ലീഗ് 3-ലാണ് കേസ് കളിക്കുന്നത്. അതെ, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഏറ്റവും താഴത്തുനിന്ന് തുടങ്ങണമല്ലോ. ഇവിടുന്ന് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് പ്രീമിയർ ലീഗിലോട്ട് ചെല്ലണം. അതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, അപ്പോൾ ബെർമോൺസ് ഡേ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഇതിലെ ആദ്യത്തെ മാച്ച്. അപ്പോൾ ഇതൊരു ലോങ് സീരീസ് ആയിട്ട് എനിക്ക് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനപ്പ്. ഇതിൽ കാര്യമായ മാറ്റങ്ങൾ നടത്തണം എന്നെനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ നടത്തണോ ഗെയ്സ്? ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇതിലൂടെ നല്ലത്. നമുക്ക് ജേഴ്സി, നമ്മുടെ നീല ജേഴ്സിയാണ് കേസ് ഇരണ്ട്. അയ്യോ, ഇന്ന് മഞ്ഞൊക്കെ പെയ്യുന്നില്ലോ. ഓക്കെ, നമ്മൾ ബാരി, ഗ്രീലിഷ്, നമ്മുടെ പ്ലെയേഴ്സിൻ്റെ പേര് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള പ്ലെയേഴ്സിൻ്റെ എല്ലാം പേര് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ ഓപ്പോസിറ്റുള്ളതൊന്നും അവരുടെ റിയൽ നെയിം അല്ല ഓപ്പോസിറ്റുള്ള പ്ലെയേഴ്സിനുള്ളത്. അതായത് സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പം മ്യൊഗലങ്കോ, പിടിക്കും മ്യൊഗലങ്കോ. അതുകൊണ്ട് എനിക്ക് ഓപ്പോസിറ്റുള്ള പ്ലെയേഴ്സിൻ്റെ പേര് പറയുന്നതിൽ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. ആദ്യം പറയുമ്പോൾ ആദ്യം തന്നെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് പോകും കേട്ടോ. ഡ്യൂസ്ബറി, ജെയിംസ്, ഓക്കെ, പാസ് കൊടുത്തു. NDA, നമ്മുടെ സ്റ്റാർ സ്ട്രൈക്കറാണ് കേസ് NDA. ഓക്കെ, നമ്മളിപ്പോൾ നമ്മൾ നെക്സ്റ്റ് സീസണിൽ UCL കളിക്കാൻ പറ്റുമായിരിക്കും അല്ലേ എവർട്ടൺ? റിയൽ ലൈഫിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ജെയിംസ്, ബാരി ഷൂട്ട് നോക്ക്. ബാരി ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ബാരി? ഇതിലൂടെ നല്ലൊരു ഷൂട്ടായിരുന്നു. ഓക്കെ, എന്തായാലും പൊസിഷൻ അവർക്ക് തന്നെയാണ്. കളി തുടങ്ങിയതേ ഉള്ളൂ, എങ്കിലും പൊസിഷൻ 60% ഉണ്ട് അവർക്ക്. നമ്മുടെ പ്ലെയേഴ്സ് ആരും കയറിച്ചില്ല. കോൾമാനൊന്നും പ്രീമിയർ ലീഗിന് ഫിറ്റ് അല്ല ഇപ്പോൾ. കോൾമാനെ നമ്മൾ കപ്പ് ഗെയിംസിൽ മാത്രമേ റിയൽ ലൈഫിൽ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ നമ്മുടെ ഒരു ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല പുള്ളിക്കാണ് ഇപ്പോഴും നമ്മുടെ റൈറ്റ് ബാക്ക് പാറ്റേഴ്സിനെക്കാട്ടും റേറ്റിംഗ് ഈ ഒരു ഗെയിമിലുള്ളത് കോൾമാനാണ്. അതുകൊണ്ടാണ് ഞാൻ കോൾമാനെ തന്നെ യൂസ് ചെയ്തത്. പക്ഷേ കോൾമാൻ ഇപ്പോൾ കാര്യമായ പ്രകടനമൊന്നും നടത്താൻ സാധിക്കുന്നില്ല. അവിടെ നല്ലൊരു സ്കില്ല് തന്നെ മ്യൊഗലങ്കോ ഇട്ടു. ഗ്രീലിഷ് വന്നെടുക്കുന്നു. ഗ്രീലിഷും അത് തന്നെ ഇടുന്നു. ഗ്രീലിഷ് പക്ഷേ അതാ പ്ലെയർ എടുക്കുന്നു. അവരുടെ ഗോൾ കീപ്പർ അത് കിക്ക് ചെയ്ത് സെൻറ്ററിലോട്ട് വരുന്നു. സെൻറ്ററിൽ കോൾമാൻ ഇപ്പോൾ പന്തൊന്നും അങ്ങനെയൊന്നും പിടിക്കുന്നില്ല. ഓക്കെ, ബ്രാൻഡ്വൈറ്റ് നമ്മുടെ യങ് പ്രോസ്പെക്റ്റാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 70 മില്യൺ ഇട്ട് പോലും നമ്മൾ കൊടുത്തിട്ടില്ല ബ്രാൻഡ്വൈറ്റിനെ. റിയൽ ലൈഫിലെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ബാരി, NDA പിടിക്കുക. ടാർക്കോസ്കി ലോകത്തിലുള്ള, അതായത് യൂറോപ്പിലെ ഏറ്റവും മികച്ച സെൻറ്റർ ബാക്കാണ് ടാർക്കോസ്കി. കഴിഞ്ഞ വർഷത്തെ യൂറോപ്യൻ ടീം ഓഫ് ദി ഇയറിൽ വന്നിരുന്നു ടാർക്കോസ്കി. പിടിക്ക് ടാർക്കോസ്കി. ജെയിംസ് പിടിച്ചിരിക്കുന്നു. അവന്മാർ ഗോൾ അടിക്കരുത്. അവന്മാരാണ് ഇപ്പോൾ അറ്റാക്ക് ചെയ്യുന്നത്. എന്താണ് പറ്റിയത്? ഗ്രീലിഷ് നൈസ് സ്കില്ലാണ് അവിടെ ഗ്രീലിഷ് പുറത്തെടുത്തത്. റെയിൻബോ, ഒന്നുകൂടെ. പിന്നെയും ഗ്രീലിഷ് കാണിക്കും. ഗ്രീലിഷ് ഒന്നുകൂടെ ഒരു ഷൂട്ട് വെക്കാൻ പറ്റുന്നില്ല. നമ്മൾ ആ ഒരു ഔട്ട്സൈഡ് ദ ബോക്സ് വരെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഷൂട്ട് വെക്കാനായിട്ട് പറ്റുന്നില്ല. ബ്രാൻഡ്വൈറ്റ് പാസ് കൊടുക്കും. ബ്രാൻഡ്വൈറ്റ് പിടിക്ക് കോൾമാനൊന്നും ഇൻ്റർസെപ്ഷനൊന്നും നടത്തുന്നില്ല. പണ്ടത്തെ കോൾമാനും പ്രൈം കോൾമാനെ കാണണമായിരുന്നു. എല്ലാ ടീമും മറക്കുമായിരുന്നു. നമ്മുടെ ഏറ്റവും ലോയൽ പ്ലെയറാണ് ഇപ്പോൾ. പിക്ഫോർഡ്, ഏതാ സേവ് പിക്ഫോർഡേ! ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പറാണ് പിക്ഫോർഡ്. പ്രീമിയർ ലീഗിൽ ഓൾറെഡി 11 ക്ലീൻ ഷീറ്റുണ്ട് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പിക്ഫോർഡിന്. അതും എവർട്ടനെ പോലെ ഒരു വീക്ക് ടീമിൽ നിന്നിട്ടാണ് അത്രയും കമ്പാരിറ്റീവ്ലി ഒരു ബാക്കിയുള്ള ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയൊക്കെയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെയും ഗോളിമാരാണ്. ആഴ്സണലിൻ്റെ ഡേവിഡ് റായ, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഡൊന്നറും, അവരുമായിട്ടൊക്കെയാണ് പിക്ഫോർഡ് കോമ്പീറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഡിഫൻഡേഴ്സും അവരുടെ ഡിഫൻഡേഴ്സും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആഴ്സണലിൻ്റെയൊക്കെ വില്യം സാലീബയൊക്കെയാണ് അവന്മാരുടെ ഡിഫൻഡേഴ്സ്. എന്നിട്ടും പിക്ഫോർഡ് 11 ക്ലീൻ ഷീറ്റ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നേടിയിട്ടുണ്ടെങ്കിൽ പിക്ഫോർഡിൻ്റെ ആ റേഞ്ചൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
ഡ്യൂസ്ബറി ഹാള്. ഇന്ത്യയെ പാസ് കൊടുക്കുക. ഇന്ത്യയെ ഒറ്റക്കാണ് കേട്ടോ, ഒറ്റക്ക് 1 man ആർമിയാണ് ഇന്ത്യയെ റിയൽ ലൈഫിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പുള്ളിനെ നോട്ട് ഇടുന്നുണ്ട്, പക്ഷെ നമ്മൾ കൊടുക്കത്തില്ല ഗൈസ്. ബെറ്റോ കമോൺ ഗൈസ്. കളി 30-ാം മിനിറ്റിലോട്ട് പോവുകയാണ്. 2 ടീമും ഗോളുകളൊന്നും നേടിയിട്ടില്ല. അപ്പോൾ അവന്മാരുടെ ഒരു അറ്റാക്ക് തിയാഗോ എന്നാണോ, എനിക്ക് റിയൽ നെയിം എന്താണെന്ന് അറിയില്ല കേട്ടോ. റിയൽ നെയിം അവരുടെ തെറ്റിച്ചാണ് ഇതിൻ്റെ അകത്ത്. നൈസ് സേവ് ബിഗ് ഫോർഡ്. ഞാൻ വിചാരിച്ചു ഒരു ഗോള്, നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് അത് ഗോളായില്ല. ബിഗ് ഫോർഡിൻ്റെ ഒരു ലോങ് പാസ് കൃത്യം വന്ന് ബെറ്റോയുടെ കാലിലോട്ടാണ് തോന്നുന്നു. ബെറ്റോ ടാർക്കോസ്കി സ്ലൈഡ് ചെയ്തു, പക്ഷേ പന്ത് കിട്ടിയില്ല. ഡാൻ തെറ്റ് ഒന്നൂടെ ഞകലങ്കോ. ബിഗ് ഫോർഡ് എന്താണ് ബിഗ് ഫോർഡ് ഡേഞ്ചറസ് ആയിട്ടൊന്നും കളിക്കല്ലേ ബിഗ് ഫോർഡ്. ഫസ്റ്റ് ഹാഫ് 33 മിനിറ്റ് പുരോഗമിച്ചിട്ടും നമുക്ക് ഗോളുകളൊന്നും നേടാൻ സാധിച്ചിട്ടില്ല ഇരു ടീമുകൾക്കും. പന്ത് ഒരു മിഡ്ഫീൽഡ് ആ ഒരു ഏരിയയിൽ തന്നെ നിന്ന് കളിക്കുകയാണ്, ഒരുപാട് ഇങ്ങോട്ടൊന്നും വരുന്നില്ല. നമ്മുടെ ബിഗ് ഫോർഡ് കിണ്ണം കുറേ സേവ് നടത്തുന്നുണ്ട്. ബാരി ഞാൻ നേരത്തെ റെയിൻബോ ഇടാനാണ് ഞാൻ നോക്കിയത്, പക്ഷെ അത് വന്നില്ല. ഒന്നുകൂടെ ബാരി പിടിക്ക് ബാരി. ഞാൻ പ്രസ് ബട്ടൺ ഒന്നങ്ങോട്ട് ഞെക്കി പൊട്ടിക്കുകയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ പ്രസ് ബട്ടൺ ഞെക്കി പൊട്ടിക്കുക. കൊള്ളാം ജെയിംസേ, കൊടുക്ക് ബാരി. തിയർനോ ബാരി. ഡ്യൂസ്ബറി ഹാൾ മാൻ യുണൈറ്റഡിനെതിരെ റിയൽ ലൈഫിൽ അടിച്ച അതേപോലത്തെ ഓൾഡ് ട്രാഫോർഡിൽ അടിച്ച ഒരു കിണ്ണം കിടക്കാച്ചി ഗോൾ നമുക്ക് പ്രോ ലീഗ് സോക്കറിലും കാണാൻ സാധിക്കുമോ? ഡ്യൂസ്ബറിയുടെ കാലിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. ടാർക്കോസ്കി വേൾഡ്സ് ബെസ്റ്റ് സെൻറ്റർ ബാക്ക് നീയാണെന്ന് തെളിയിക്കുക ടാർക്കോസ്കി. കോൾമാൻ അവർ ലോയൽ പ്ലെയർ ബ്രോ. കോൾമാൻ എന്നൊക്കെ കേട്ടാൽ പണ്ട് വറക്കുമായിരുന്നു പ്രീമിയർ ലീഗിലെ ഓപ്പോസിറ്റ് ടീം. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ കോൾമാന് പ്രായമായി, ഇപ്പോൾ 30-38 വയസ്സുണ്ട്. പക്ഷേ പുള്ളിയുടെ പ്രൈമിൽ ഓപ്പോസിറ്റ് ടീംസൊക്കെ എവർട്ടണെതിരെ വരുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ടീംസിൻ്റെ ലെഫ്റ്റ് വിങ്ങേഴ്സൊക്കെ ഒരു പേടി സ്വപ്നമായിരുന്നു കോൾമാൻ എന്ന് പറയുന്നത്. നൈസ് സ്കിൽ ഇന്ത്യ. ഫസ്റ്റ് ഹാഫിൽ എക്സ്ട്രാ ടൈമായിട്ട് 4 മിനിറ്റാണ് വന്നിരിക്കുന്നത്. ഇന്ത്യ പക്ഷേ അവിടെ വെച്ച് പന്ത് പോയി. എന്തായാലും പിടിക്കുക ടാർക്കോസ്കി എന്താണ് ഇവിടെ വരെ കയറുന്നത്? ഡിഫൻസ് ടാർക്കോസ്കി നീ അറ്റാക്കർ അല്ല. ഞാൻ ഒഫൻസീവ് പൊസിഷനിൽ സെൻറ്റർ ബാക്കിനെ കയറ്റിയിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് തോന്നുന്നു പുള്ളി കയറുന്നത്. ഒഫൻസീവ് പൊസിഷനിൽ ഞാൻ സെൻറ്റർ ബാക്കിനെ കയറിയിട്ടിരിക്കുന്നത് അല്ല, ഞാൻ സെൻറ്റർ ബാക്കിന് -1 ഇട്ടിരിക്കുന്നത്. എന്തോ പറ്റിയെന്നറിയില്ല. ഡിഫെൻസീവിൽ ഞാൻ എല്ലാവരെയും താഴത്തോട്ട് ഇട്ടിരിക്കുന്നത്. ബെറ്റോ നമ്മൾ ഇതുവരെ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഷോട്ടുകളൊന്നും അല്ല. നമ്മുടെ ആദ്യത്തെ മാച്ച് നമുക്ക് സമനിലയിലൊന്നും പോരാ. നമുക്ക് ഈ സീസണിൽ തന്നെ പ്രൊമോഷൻ നേടി നമുക്ക് ഇംഗ്ലണ്ട് ലീഗ് 2 വന്നെ. അതുകൊണ്ട് ഓരോ സിംഗിൾ പോയിൻറ്റും നമുക്ക് പ്രധാനമാണ്. എന്തെങ്കിലും സബ്ബുകളൊക്കെ നടത്തണോ? വേണ്ടെന്ന് തോന്നുന്നു അല്ലേ. നമ്മൾ ഡ്യൂസ്ബ്രെയിനെ ഒന്ന് കയറ്റിയിട്ടല്ലോ, പക്ഷേ പുള്ളിയുടെ OVR -ആവും. അപ്പോൾ 2 പേരെ നമുക്ക് അവിടെ ഇട്ട് നടത്താമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഡ്യൂസ്ബെറിനെ എനിക്ക് കയറ്റിയിടണമെന്നുണ്ട്. കാര്യം പുള്ളി അറ്റാക്കിംഗ് മിഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ നല്ല ഷൂട്ടൊക്കെ വെക്കും, അത് നമുക്ക് നല്ലതായിരിക്കും. അവന്മാർക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. മഞ്ഞ് വീഴ്ചയാണല്ലോ, മൊത്തം മഞ്ഞുകാലമാണ്, എന്ത് ചെയ്യാനാ. ബാരി ഓടിപ്പിടി ബാരി. ഗ്രീലിഷ് ഗ്രീലിഷ്. നമുക്ക് നമ്മുടെ ഏതെങ്കിലും പ്ലേയേഴ്സിനെയൊക്കെ ടോപ്പ് സ്കോറർ ലിസ്റ്റിലൊക്കെ കയറ്റാൻ പറ്റിയിരുന്ന കൊള്ളായിരുന്നു. ടോപ്പ് സ്കോറിൽ എന്തായാലും ബിഗ് ഫോർഡ് കയറുമെന്ന് ഉറപ്പായി. ബിഗ് ഫോർഡ് ചത്ത് കിടന്നാണ് കളിക്കുന്നത്, പാവമുണ്ടേ. ഇവന്മാരൊക്കെയാണെങ്കിൽ ബിഗ് ഫോർഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഒരു 4-5 ഗോൾ കയറേണ്ട സമയം കഴിഞ്ഞ്. ബിഗ് ഫോർഡ് അതിന് മാത്രം നല്ല സേവൊക്കെ നടത്തിയിട്ടുണ്ട്. ഗ്രീലിഷ് എന്താണ് ഗ്രീലിഷ്? അതവനവിടെ ലേറ്റായി. നല്ല സ്കില്ലൊക്കെ ഇരുന്നു, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ലേറ്റായി. ഇല്ലായിരുന്നു കൊള്ളായിരുന്നു. ബാരി ഷൂട്ട്. ഗ്രീലിഷ് അല്ല, ഭ്രാന്ത് വെയിറ്റ് നീ ഇവിടെ ഒന്നും അല്ലടാ, നീ ഇറങ്ങിച്ചില്ലടാ. ഭ്രാന്ത് വെയിറ്റ് നീ ഇങ്ങോട്ടൊക്കെ തന്നെ പിടിയടാ ജെയിംസ്. ലക്ക്. ബിഗ് ഫോർഡ് ഗുഡ് സേവ്. ബിഗ് ഫോർഡിൻ്റെ
പിക്ഫോർഡ് ഞാൻ നല്ലത് പറയാൻ വന്നതായിരുന്നു, പെട്ടെന്ന് വായിൽ നിന്ന് നല്ലത് വരാൻ പറഞ്ഞതായിരുന്നു പിക്ഫോർഡ്. മ്യഗലങ്കോ എന്തുവാണ് മ്യഗലങ്കോ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മ്യഗലങ്കോ? പിടിക്ക് ഗ്രീലിഷേ. മ്യഗലങ്കോ കയറിപ്പോയാ. എടാ മ്യഗലങ്കോ ആടാ ലെഫ്റ്റ് ബാക്ക്, ഗ്രീലിഷ് അല്ലടാ. മ്യഗലങ്കോ പാസ് കൊടുക്കും. ഗ്രീലിഷിൻ്റെ ഇപ്പോൾ റിയൽ ലൈഫിൽ ഇഞ്ചറി പറ്റിയിരിക്കുകയാണ്. പുള്ളി വേഗം ഒന്ന് കമ്പാക്ക് അടിച്ചാൽ മതിയായിരുന്നു. പുള്ളി വേഗം വന്നിട്ട് വേണം. നമ്മുടെ ഇനിയിപ്പോൾ സീസൺ തീരാറായില്ല. നമുക്ക് ഈ സീസണിലൊരു ടോപ്പ് 5 ഫിനിഷ് നേടി നെക്സ്റ്റ് സീസൺ UCL അടിക്കണമെന്നൊക്കെയാണ്. UCL അടിക്കണമെന്നല്ല, UCL കോമ്പീറ്റ് ചെയ്യാൻ പറ്റണമെന്നൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നു യൂറോപ്പ ലീഗ് ആയിരിക്കും ഇത്തിരി കൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ടാവുക. കാര്യം നമുക്ക് വേണ്ടത് കോമ്പറ്റീഷനാണ്. നമ്മുടെ സ്ക്വാഡ് ഇപ്പോഴും ആ ഒരു യൂറോപ്യൻ ലെവൽ അത് വിൻ ചെയ്യാൻ. ബാരി ഗോളടിച്ചു. മൈ ഗോഡ്, അവിടെ നൈസൊരു ഷോട്ടായിരുന്നു. ആരായിരുന്നു ഷോട്ട് എടുത്ത്? ബെറ്റോ ആണെന്ന് തോന്നുന്നു. എന്തായാലും ബാരി അത് നന്നായിട്ട് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഡിഫ്ലക്ഷൻ വന്നതാണ്, ഗോളില്ലാത്ത പോസ്റ്റിലാണ്. എങ്കിലും നമുക്ക് ഓരോ ഗോളും പ്രധാനമാണ്. പൊസിഷൻ നോക്കുവാണെങ്കിൽ അവർക്ക് ഇപ്പോൾ 52%. ഞാനിവിടെ പറഞ്ഞു നിർത്തിയ കാര്യം കോമ്പറ്റീഷൻ. നമുക്ക് വേണ്ടത് കോമ്പറ്റീഷനാണ്. നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്ത് ലീഗ് വിൻ ചെയ്യാനായിട്ടാണ് നോക്കേണ്ടത്. ഇപ്പോൾ കോൺഫറൻസ് ലീഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയാണ്. കാര്യം അതിലുണ്ടാകുന്ന മൊത്തം ചെറിയ ടീമാണ്. മാത്രമല്ല നമ്മളതിൽ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂറോപ്യൻ മണി കിട്ടും. അതായത് ഒരുപാട് മണി കിട്ടും നമ്മുടെ ടീമിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഈസി ആയിട്ട് നമുക്കത് വിൻ ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മൾ കളിക്കുന്ന FA കപ്പിനെക്കാട്ടും ഈസിയാണെന്ന് തോന്നുന്നു ഈ ഒരു കോൺഫറൻസ് ലീഗ് വിൻ ചെയ്യുക എന്നുള്ളത്. കാര്യം അത്രയ്ക്കും വീക്ക് ടീംസ് ആയിരിക്കും കോൺഫറൻസ് ലീഗിൽ കളിക്കുക. യൂറോപ്പ ലീഗാണ് നമ്മുടെ പറ്റിയ, അതായത് അതിൽ നമ്മളിപ്പോൾ ഒരു കിടിലൻ ടീം തന്നെയായിരിക്കും. അത് യൂറോപ്പ ലീഗ് നോക്കിയാൽ അതിലും വിൻ ചെയ്യാൻ പറ്റുന്നൊരു ടീം തന്നെയായിരിക്കും. അത്യാവശ്യം കോമ്പറ്റീഷൻ കാണും. പിന്നെ കോൺഫറൻസ് ലീഗിനെക്കാട്ടും TV റവന്യൂ കിട്ടും. അങ്ങനത്തെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് യൂറോപ്പ ലീഗാണ് ഇത്തിരി നല്ലത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ എല്ലാം നല്ലതാണ്. കാര്യം നമുക്ക് ഒരുപാട് ഇത്തിരി കോമ്പറ്റീഷൻ എല്ലാം കാണും. പക്ഷേ നമുക്ക് ട്രോഫി വിൻ ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. കാര്യം ഇത്തിരി വലിയ ടീമുകൾ കാണും. എന്തായാലും നമ്മളിവിടെ കോൾമാനെ സബറൊക്കെ ഇട്ട് പാറ്റേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മെർലിൻ റോളിനെ ഇറക്കണോ? വേണ്ടല്ലോ, റോളിനെ നമ്മൾ ഇറക്കുന്നില്ല. ഇതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബ്രാൻഡേറ്റ് പിടിക്കുക. ഞാനിവിടെ പറഞ്ഞു നിർത്തിയത്, നമ്മളിങ്ങനെ ഇടക്ക് ഈ ഗെയിമിലോട്ട് വരുമ്പോൾ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. ബെറ്റോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ. എന്തുവാ ബെറ്റോ റിയൽ ലൈഫിൽ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും പുള്ളി കുഴപ്പമില്ലാതെയൊക്കെ കളിക്കുന്നുണ്ട്. പുള്ളി ഡെലിവർ ചെയ്യുന്നുണ്ട്, ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ ഡെലിവർ ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് നോക്കിക്കഴിഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഒരുപാട് നല്ല ടീം. പിന്നെ നല്ലൊരു സേവ്. ഞങ്ങൾ ഫൗൾ ചെയ്തു. എന്തായാലും നമുക്ക് തന്നെയാണ് കേട്ടോ അത് കിട്ടി. ചാമ്പ്യൻസ് ലീഗ് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല ടീമുണ്ട്. ഏതൊക്കെ ടീമുകളാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റയൽ മാഡ്രിഡ്, ബയേൺ മ്യൂണിക്ക്, മാഞ്ചസ്റ്റർ സിറ്റി, അവന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരോടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ചെറിയ കാര്യമല്ല. ചിലപ്പോൾ നമ്മൾ റൗണ്ട് ഓഫ് 16 ക്വാർട്ടർ വരെയൊക്കെ എത്തിയേക്കാം ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. ആദ്യം നമ്മൾ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ആവുമെന്ന് വേണം ആദ്യം നോക്കാനായിട്ട്. കാര്യം നമ്മളിപ്പോൾ 8ാം സ്ഥാനത്താണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മളുള്ളത്. അപ്പോൾ 5ാം സ്ഥാനത്ത് എത്തിയ ടോപ്പ് 5 വരുന്നവർക്കാണ്. ടോപ്പ് 5 ടോപ്പ് 6 അത് ആസ്റ്റൺ വില്ലയുടെയും ലിവർപൂളിൻ്റെയും ചാമ്പ്യൻസ് ലീഗിലെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോപ്പ് 5 കയറാൻ പറ്റും. ടോപ്പ് 6 ചാമ്പ്യൻസ് ലീഗ് കയറാൻ പറ്റും. നിലവിൽ ടോപ്പ് 5 എടാ മിസ്റ്റേക്ക്. ടാർക്കോവ്സ്കി ബ്രോ, യു ആർ വേൾഡ്സ് ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ബ്രോ. You cannot commit that type of silly mistakes, Tarkowski. കളി പോയെന്ന് തോന്നുന്നു. നമുക്ക് ഓരോ പോയിൻറ്റും, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഓരോ പോയിൻറ്റും പ്രധാനമാണ്. നമ്മൾ ഇതിൽ നിന്ന് പ്രൊമോഷൻ നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പോയിൻറ്റും പ്രധാനമാണ്. കാര്യം നമുക്ക് വരുന്ന കോമ്പറ്റീഷൻ അങ്ങനെയാണ്. ചെറിയ ലീഗിൽ തന്നെ നമുക്ക് ഒരുപാട് സീസണുകൾ തള്ളി നീക്കാനായിട്ട് സാധിക്കില്ല. അത് എപ്പിസോഡ് വളരെയധികം നേടും. എന്തായാലും ഈ ഒരു സീരീസ് ഞാൻ എൻഡ് ചെയ്യുമെന്നുണ്ടെങ്കിൽ ഏകദേശം 100 എപ്പിസോഡെങ്കിലും വരും. അതായത് ഞാൻ അറ്റം വരെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ 100 എപ്പിസോഡോ അതിൽ കൂടുതലോ വരുമെന്നുണ്ടെങ്കിലേ ഉള്ളൂ. കാര്യം അത്രയ്ക്കും ലോങ് സീരീസ് ആയിരിക്കും ഇത്. അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം പ്രധാനമാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പക്ഷേ അതിനുള്ള ഒരു ഊർജ്ജം കിട്ടത്തില്ല. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ സബ്സ്ക്രൈബും ഒക്കെയാണ് നമുക്ക് പ്രധാനം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ എവർട്ടൺ വാർത്തകളും കൂടെ പറഞ്ഞു വന്നിട്ട് ഇങ്ങനെ ചില്ലായിട്ട് നമുക്ക് കളിച്ച് പോകാം. അപ്പം നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്ക് ആ ഒരു വൈബായിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പാറ്റേഴ്സൺ പിടിക്ക് പാറ്റേഴ്സൺ വാട്ട് ഈസ് ദിസ് ബ്രോ? പാറ്റേഴ്സൺ ഓട്. ഇവിടെ കളി തീരാറായി. നമുക്കൊരു ഗോളും കൂടെ അടിച്ചാൽ 2 പോയിൻറ്റും കൂടെ നമ്മുടെ കയ്യിൽ കിട്ടും. 3 പോയിൻറ്റ് കിട്ടും നമുക്ക്. ഓക്കെ, ഓടിപ്പിടിക്കുക. ഈ ഒരു വീഡിയോ അത്യാവശ്യം ലോങ് ആണെന്ന് എനിക്കറിയാം. ഇനി ഞാൻ ഈ കരിയമ്മോട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇനി ലോങ് ആയിരിക്കും. ഓക്കെ ബാരി അടിക്ക്. ഷൂട്ട് വെക്ക്. ഓ സേവ്. ബെറ്റോ പാസ്. എടാ പാസ് കൊടുക്കാനായിട്ട് അവളെ കട്ട് ബാക്ക് കൊടുക്കാൻ ആരുമില്ലായിരുന്നു. എടാ ഒന്ന് ഓടി വാടാ, നമുക്കാടാ ലീഡില്ലാത്തത്. എന്തുവാണ് ജെയിംസ് എടാ ഞാൻ ഇത്തിരി കൂടിപ്പോയി. ഞാനത് കൊടുത്തപ്പോഴത്തേക്ക് 89 മിനിറ്റായിടാ. 6 മിനിറ്റും കൂടെ അവന്മാർക്ക് എന്തായാലും. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വിന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസേർവ് ആയിരുന്നില്ല. നമുക്ക് ഡ്രോ പോലും നമുക്ക് ഡിസേർവ് ഇല്ല. നമുക്കൊരു ലൂസായിരുന്നു ഡിസേർവ് ചെയ്തത്. കാര്യം ഈ ഒരു കളിയിൽ മൊത്തം അവന്മാരായിരുന്നു മുന്നോട്ട് നിന്നത്. എന്തായാലും അവന്മാർക്കൊരു പോയിന്റ് കിട്ടിയെന്ന് മനസ്സിലായപ്പോൾ അവന്മാർ ചെറുതായിട്ടൊന്ന് ബാക്ക് വലിഞ്ഞ് കളിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും പാറ്റേഴ്സല്ല ബ്രാൻഡ്വെറ്റ് കൊടുക്ക്. ബ്രാൻഡ്വെറ്റ് നല്ലൊരു ത്രൂ ആയിരുന്നു. പോയി ഡിഫൻസിൽ കള. ഇവനൊക്കെ എന്തിനാണ് ഇങ്ങോട്ട് കയറി വരുന്നത്? ആണോ NDA എടുക്ക്. ഓ NDA സ്കിലിമാൻ NDA അവർ സെനഗലീസ് നെയ്മർ ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, ഹി ഹാഡ് ഡൺ ഇറ്റ് അഗെയിൻ. ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സ്വഭാവം NDAക്ക് എപ്പോഴും ഉള്ളതാണ്. ഗുഡിസൺ പാർക്കിലെ അവസാനത്തെ ഗോൾ സ്കോററും ഹിൽ ഡിക്കിൻസണിലെ ഫസ്റ്റ് ഗോൾ സ്കോററുമായ നമ്മുടെ സ്വന്തം സ്കിലിമാൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോട്ടമിട്ടെങ്കിലും നമ്മൾ ഒരിക്കലും ഇവനെ വിട്ടുകൊടുക്കില്ല ഗൈസ്. നമ്മുടെ സ്കിലിമാനാണ് ഗൈസ്, നമ്മുടെ സെനഗലീസ് നെയ്മർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ട ഇവിടെ സ്റ്റാറ്റ്സൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇനിയും സെക്കൻഡ് എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. നമുക്കിതിന് ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, ബിഗ് ഫോർഡ് നന്നായിട്ടാണ് കളിച്ചത്. ബിഗ് ഫോർഡ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നന്നായിട്ട് പോയത്. ഓക്കെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.